എന്താണ് പിശാചുബാധ? എങ്ങനെയാണത് ഒഴിപ്പിച്ചെടുക്കുക? ആരാണത് ചെയ്യേണ്ടത്? പിശാച് സേവയുടെയും ബാധയൊഴിപ്പിക്കലിന്റെയും ഒരു പഴയ കഥ കേൾക്കൂ. ഇത് കുന്നമംഗലം സ്വദേശി, അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ഭൂതകാലത്തിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന ധീരയായ വനിത. പിശാചു സേവക്കാരും ജിന്നുപേടിക്കാരും നിറഞ്ഞാടിയ പഴയ കാലത്ത് നടന്ന സംഭവങ്ങൾ ഇവർ ഓർത്തെടുക്കുകയാണ്. ജിന്നുബാധയൊഴിപ്പിക്കാൻ കൊണ്ടുപോയ ഈ സ്ത്രീയുടെ അനുഭവം ശ്രദ്ധിക്കുക. ഈ കല്യാണി പോകാൻ എൻ്റെ വാപ്പ വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ എന്നെ പ്രസവിച്ച 45-ലാണ് എൻ്റെ വാപ്പ മരിച്ചുപോയി. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ആയിന്. അന്ന് എനിക്കൊരു 5-8 വയസ്സുണ്ടാവും. വലിയമ്മക്ക് തിന്നാൻ തരാനില്ല. അപ്പോഴേക്ക് ഈ കൂട്ടിക്കൊണ്ടുവന്നാൽ എളാപ്പയും മരിച്ച് എന്നെ കെട്ടിക്കാനാകുമ്പോഴേക്ക് അപ്പോഴേക്ക് എനിക്ക് 14 വയസ്സായിട്ടുള്ളൂ. ഈ എളാപ്പയും മരിച്ചപ്പോൾ തീർത്തും അനാഥായി, സംരക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ ഈ എല്ലാം കൂടി ഒരു 10-16 വയസ്സ് എനിക്ക് അയക്കണം. അങ്ങനെ ഞാനൊരു 5-6 മാസം അവിടെ നിന്ന് ജീവിക്കുന്ന ഇടയിലാണ് ഇവർക്ക് എൻ്റെ സംഗതിയെല്ലാം കൂടി ഇങ്ങനെ കണ്ടപ്പോൾ പാവവും തോന്നി. നമുക്ക് നല്ലൊരു നിലയിൽ കെട്ടിക്കണം ഇവിടെ എന്ന് വിചാരിച്ച് ഇവരിന്നെ അവിടെ നിർത്തി. ഇവർ 2-3 ആലോചനകൾ വന്നപ്പോഴേക്ക് എനിക്ക് ഒന്ന് ഓല പുരയിലൊരു കാര്യസ്ഥൻ അയാൾ പറഞ്ഞ് ഇന്നെ ഇങ്ങനെ കെട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ കെട്ടിക്കുന്ന പറഞ്ഞ് ഓല ഈ പുരക്കാരോട് ഇന്നെ അന്വേഷിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇന്നെ കെട്ടിക്കണ്ടാന്ന്. ഒരു കാരണം അത്. പിന്നെ ഇന്നിപ്പോൾ കെട്ടിയ എൻ്റെ മാപ്പിളാൻ്റെ ബാപ്പ അവിടെ പിഞ്ഞാണ് എഴുതാൻ വരികയിന്. അവിടുത്തെ മൂക്ക് പിഞ്ഞാണ് എഴുതാൻ വരികയിന്. ഇത് എൻ്റെ മാപ്പ മസങ്ങാക്ക് തന്നെ കൊലായിരം വന്നിട്ടുണ്ട് ഇങ്ങനെ പിഞ്ഞാണ് എഴുതും. ദിവസവും വരും. 30 നേരമ്പോഴത്തെ ഈ തങ്ങൾ അസിസ്റ്റൻ്റാണ് വെള്ളിയാട്ടുമല. അപ്പോൾ പിഞ്ഞാണ് എഴുതണ ഇടയിൽ കൊലായിക്ക് ഞാൻ വന്ന പാട് ചായ അച്ചി കൊണ്ട് കൊടുക്കണം. പിന്നെ ചോറ് കൊണ്ട് കൊടുത്താൽ കൂടെ ഉപ്പ് പൊടിച്ചു കൊണ്ട് കൊടുക്കണം. അപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. കൊലായിക്ക് പോണേന് ഞാൻ ഇതിനൊക്കെ ഈ പുരക്കാരോട് പറയും. മൂപ്പർക്ക് പള്ളിയിലേറ്റം പോയി കുത്തിരുന്നോട് ഇങ്ങനെ കൊലായിൽ വന്നിട്ട് പെണ്ണുങ്ങൾക്ക് ഒന്ന് തിരിപ്പിച്ചിക്കാനൊക്കെ ഒന്ന് പുറത്ത് പോകണ്ടേ എന്ന് പറഞ്ഞ് നിങ്ങൾ മൊയ്യാരാണ്, എന്ത് മൊയ്യാരാണ് എൻ്റെ അന്ന് ആരും അല്ലല്ലോ എനിക്ക് എന്നൊക്കെ ഞാനും ഈ മൊയ്യാരെ കൊണ്ടും ഇങ്ങനെ എതിർക്കും. മൂപ്പരിങ്ങനെ കൊലായിൽ വന്നിട്ടിരുന്നാൽ കൊലായിൽ മനുഷ്യന് കിടക്കാൻ കഴിയൂലെന്നൊക്കെ ഓരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അത് പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഞാൻ ഈ ചോറ് ഇങ്ങനെ വാർക്കണേരോ പിന്നെ ചോറ് ആക്കാൻ ഇങ്ങനെ എടുത്ത് കുളിക്കുമ്പോൾ മേലെ രസം ചോറ് പൊന്തി. അപ്പോൾ ഞാൻ വന്ന് ഇവിടെ വിരുന്നുകാർ വരുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് വിരുന്നുകാർ വരികയും ചെയ്തു. 2-3 ഈ കെട്ടിക്കാൻ പറഞ്ഞിട്ട് കെട്ടിക്കാൻ സമ്മതിക്കാത്തത്, ആദ്യം കെട്ടിച്ചിരുന്ന് പോന്നാഞ്ഞത്. പിന്നെ ഈ ചോറ് ഇന്ന് ഇവിടെ വിരുന്നുകാർ വരുമ്പോൾ അന്ന് വിരുന്നുകാർ വന്നു. പിന്നെ എൻ്റെ കാലിനൊരു മുറി പറ്റി. അതിന് ഡോക്ടറെ അടുത്തൊന്നും കാണിക്കേണ്ട, അത് മാറിപ്പോകുന്നു പറഞ്ഞു. ഒരു സിഫാത്തൈലോ എന്ന് പറഞ്ഞ തൈലം ഉണ്ടായിരുന്നു. അത് പാർന്ന് കെട്ടിയപ്പോൾ എൻ്റെ കാലിന് വലിയ മുറി കൂടിപ്പോയി. അങ്ങനെ 2-3 ഇതൊക്കെ കണ്ടപ്പോൾ ഈ ഒരു മനുഷ്യൻ മരിച്ചു പോയി, നല്ല മനുഷ്യനെയും പഠിച്ചവനെ പോലുള്ള നല്ല ദീനീബോധമുള്ള നല്ല ഒരാളാണ്. അപ്പോൾ എൻ്റെ ഈ വർത്തമാനങ്ങളും ആരെങ്കിലും അടുക്കളയിലൊക്കെ അവിടെ പണിക്കാരൊക്കെ വരുമൊക്കെ ഞാൻ പറയും ഇങ്ങനെ, ഞാൻ അടുക്കളയിൽ വെക്കുമ്പോൾ ഒരു കുട്ടികളും ചോദിച്ച് വരരുത് എന്നൊക്കെ ഞാൻ ഓരോട് ഇങ്ങനെ പറയും. അപ്പോൾ ഇവർക്ക് തോന്നി എന്തോ എൻ്റെ ഈ വർത്തമാനം കേട്ടപ്പോൾ എന്തോ ഉണ്ട് എന്നുള്ള നിലക്ക് ഇവർ തങ്ങളെടുത്ത് പോയതാണ്, എന്നെ കൊണ്ടുപോയതാണ്. തങ്ങളെന്ന് പറയാൻ തങ്ങളല്ല, വ്യാജ തങ്ങളാണ്. മമ്മൂദിയ അജി വെള്ളിയാട്ടമ്മൽ തങ്ങൾ എന്നാണ് പറയൽ. തങ്ങൾ പയ്യാനക്കലുള്ളതാണ്, തങ്ങളൊന്നുമല്ല. പക്ഷെ അതൊക്കെ വയ്യ ഞാനാണ്. അന്ന് തങ്ങൾ തന്നെ തങ്ങളെടുത്താണ് കൊണ്ടുപോയത്. തങ്ങളെടുത്തുകൊണ്ടുപോയി തങ്ങൾ ഇങ്ങനെ കണക്കൊക്കെ വെച്ച് നോക്കി പറഞ്ഞ് എൻ്റെ സ്വഭാവ രീതിയൊക്കെ ഒരു പറഞ്ഞു കൊടുത്തിക്കണല്ലോ തങ്ങളോട്. അപ്പോൾ തങ്ങൾ കണക്ക് വെച്ച് നോക്കി ഞാൻ പറഞ്ഞ് ഇങ്ങനെ 4 ശരീരത്തുമ്മലുണ്ട് കൂടിയത്. ഒന്ന് വെട്ടുമൂർത്തി, ഒന്ന് കാളഭൈരവന്, ഒന്ന് ആകാശഭൈരവന്. ഇത് 3 ശരീരത്തുമെന്ന് പൂക്കിയാൽ ഇബ്നു ഹാജർ എന്ന് പറഞ്ഞ ജിന്നുണ്ട് ശരീരത്തുമ്മൽ. അത് ഞമ്മക്ക് ഗുണമാണ്. ഈ കുട്ടി എനിക്ക് തന്നെ എന്നെ രക്ഷപ്പെടുത്താനുള്ളൊരു മാർഗ്ഗമാണ്. ഈ ജിന്ന് അങ്ങനെ പ്രവർത്തിക്കാത്തത് ഈ 3 ശരീരത്തുമ്മലുണ്ടായിട്ടാണ്. അതിനെ പോക്കണമെന്നാണ്. ഇതൊക്കെ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തിരിപ്പിച്ചപ്പോൾ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ട് കൊണ്ടുപോകുന്ന ആളോട് അങ്ങനെ ഞാനൊക്കെ ഉണ്ടായിരിക്കും. എത്രയാണ് എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ കുത്തിരുന്ന് മൂപ്പരിൻ്റെ തലയുള്ള തട്ടെടുത്ത് നിലത്ത് ഇങ്ങനെ കാല് നീട്ടി കുത്തിരിപ്പിച്ച്, നിലത്ത് കുത്തിരുന്നിട്ട് കാല് നീട്ടി കുത്തിരിപ്പിച്ച് പിന്നെ ഇന്നഹു മിൻ സുലൈമാന ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഞാൻ തലയെ തട്ടൊക്കെ എടുത്താൽ മൂത്താതിൽ ഈ ചൂരൽ വെച്ച് ഞാൻ മന്ദിരിച്ച് ഊരി. ഇതാണ് ഊരിയത്.
ഞാനിങ്ങനെ മൂപ്പരെ മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ കുത്തിരിക്കുന്നു. കൊണ്ടുപോകുന്ന ആൾക്കാർ രണ്ടാളുണ്ട് അവിടെ. ഓലെ മുഖത്തൊക്കെ ഞാനിങ്ങനെ നോക്കി കുത്തിക്കുന്നല്ലാണ്ട് ഒരു പ്രതികരണവും ഇല്ല. അങ്ങനെ ഞാനിങ്ങനെ കുത്തിരിക്കാൻ എൻ്റെ അപ്പം അതായത് ഇത് ശരീരത്തുമേലുണ്ടെങ്കിൽ ഇങ്ങനെ ഇളകി ഇങ്ങനെ ആടി പറയുമല്ലോ. പക്ഷെ എനിക്കൊന്നുമില്ല, തോന്നുന്നില്ല അങ്ങനെ ചെയ്യാൻ. എനിക്കായിട്ട് അറിഞ്ഞുകൂടാൻ എനിക്ക് ശരീരത്തുമേലുണ്ടെങ്കിലല്ലേ. അപ്പം ഞാനിങ്ങനെ കുത്തിരിക്കാൻ എന്താണ് ചോദിച്ചതിന് സമാധാനം പറയാത്തതെന്ന് വെച്ച് ആദ്യം ഒരു തല്ലി വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇല്ല. പിന്നെ മൂപ്പർ പറയുകയാണെങ്കിൽ ഈ പുല്ല് തല്ലുമ്പോൾ ഈ വലിയ ചൂരലുകൊണ്ട് ചലങ്ങും ഒന്ന് ഉയ്യാനുള്ള അവസരം ഇവിടെ ഉയ്യുമ്പോൾ ഇവിടെ തല്ല ഇവിടെ എന്താ. അപ്പോൾ അങ്ങനെ തച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇല്ല കേട്ടോ. ഞാൻ കരഞ്ഞേ പറഞ്ഞു കൊണ്ടുപോകുന്ന ആളോട് എനിക്കൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ പറയും എനിക്കൊന്നുമില്ലാന്ന്, എനിക്ക് ഇന്നെ തല്ലണ്ടെന്ന് പറയുന്നതാണ്. അപ്പോൾ പറഞ്ഞ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ അതും പറയൂ അതിൽ അങ്ങേപ്പുറവും പറയുമെന്ന്. അതായത് നിങ്ങളെന്ന് പറയുന്നത് ഞാനല്ല, ശരീരത്തുമേലുള്ളതാ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ, എന്നിട്ട് രക്ഷമില്ലല്ലോ. അപ്പം ഞാൻ തങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഞാനവിടെ അനുസരിച്ച് ഈ 4 എണ്ണം എൻ്റെ ശരീരത്തുമേലുണ്ട് എന്ന് പറഞ്ഞു. 8 മൂർത്തിയും കാളഭൈരവനും ആകാശഭൈരവൻ ഇത് 3 എണ്ണവും പോയി. അമ്പലത്തിലേക്കാണ് പാലമേൽക്കാണ്. അന്നേരം ഓരോ തല്ലിനും ചോദിക്കുന്നുണ്ട് വേറെ ആരോ ശരീരത്തുമേൽക്ക് പോകുമോ ഇല്ല. ഇതൊക്കെ സമ്മതിച്ച് ഞാൻ ഇനി ഇതുപോലെ ഈ കുട്ടീനെ അടങ്ങാറാക്കിയോണ്ട് വേറെ ആരോ ശരീരം അതൊന്നുമില്ല, ഞാൻ നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ പാലമേൽക്കാണ് പോയത്. ഏതായാലും കാവിലേക്ക് അങ്ങനെ അതൊക്കെ കേട്ടിട്ട് പറഞ്ഞോണം. ഇടയ്ക്കിടയ്ക്ക് തങ്ങളടുത്ത് പോകുമ്പോൾ കേൾക്കലുണ്ട്, ഇളക്കി പറഞ്ഞയക്കണം. പിന്നെ അന്നാണ് ചക്കും കടവിൽ ഒരു അടുത്ത വയൽവൊക്കെ പോരയില്ല എനിക്ക് ഓർമ്മയുള്ള 3 ജിന്നുണ്ട് ഇളകി പറയുന്നൊക്കെ കേൾക്കലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു 100 പുരയിലൊന്നല്ല, സ്വന്തം പുരയില്ലാത്തതും കൊണ്ട് 100 പുരയിലൊന്നല്ല ജീവിച്ചു. അതിനെക്കൊണ്ട് അപ്പൊരയിലും ജിന്ന് ഇപ്പൊരയിലും ജിന്ന് ഇങ്ങനെ ഇളകി പറഞ്ഞൊക്കെ കേട്ടല്ല തയക്കമുണ്ട് എനിക്ക്. അപ്പം ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഈ 3 എണ്ണവും പോയാരെ. പിന്നെ ഇബ്നു ഹാജർ എന്നാണ് ജിന്ന് മൂപ്പര് പേരൊക്കെ പറയാൻ കേട്ടത്. അപ്പം ഞാൻ പറഞ്ഞു ജിന്ന് അപ്പം ജിന്തിനാണ് ഈ ശരീരത്തുമേൽ കൂടിയെന്ന് വെച്ചാൽ പറഞ്ഞു കുട്ടീനെ ഞാനാണേ പറയുന്നത് കുട്ടി ഈ കുട്ടീനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് കൂടിയത്. അങ്ങനെ രക്ഷിക്കാൻ കൂടിയതെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇങ്ങനെ അന്യ പുരുഷന്മാരൊന്നും കാണാണ്ട് ഇബാദത്ത്